ചിങ്ങം തുടങ്ങി നമ്മളിതിൽ കാണിക്കുന്നത് ലോൺ കയറുന്ന ഒരു 2 lakhിന്റെ മേലുള്ള വണ്ടികൾ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. i20ന്റെ കളക്ഷൻസിലേക്കാണ് വന്നിരിക്കുന്നത്. 4 i20 ആണ് നിരത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് പെട്രോളും ഡീസലും എല്ലാം ഉണ്ട് അല്ലേ. ഗ്രാൻഡ് ഐറ്റൺ ആണ്. ഗ്രാൻഡ് ഐറ്റന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 5 വണ്ടി ഒറ്റ റോൾ തന്നെ 6 വണ്ടിയോളം 6 വണ്ടി ഉണ്ട്. ഈ റോൾ തന്നെ ഉണ്ട്. 5 കാണിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചതൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ലാസ്റ്റത്തെ വെച്ച് ബാക്കിയൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ലാസ്റ്റത്തെ തന്നെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് മോഡലും റൈറ്റ് കമ്പാരിസൺ നടത്തുക. മാനുവൽ തന്നെ ഈ വിലക്ക് വിൽക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ വരുന്ന പെട്രോൾ വണ്ടി ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഡീസൽ ആണ്, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയുമാണ്. SX ഓപ്ഷനിൽ വരുന്ന ഫുൾ ഓപ്ഷൻ AMT ആണ്. AMT ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാണിച്ച സെക്കൻഡ് ആണ് വരുന്നത്. ഇത് സിംഗിൾ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. പെട്രോളും ഡീസലും ഒക്കെ ഉണ്ട്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളൂ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സിലാണ്. കാലിക്കറ്റ് പാവങ്ങാടാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമൊക്കെ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് റിലേറ്റഡ് ആയിട്ട് ചിങ്ങം തുടങ്ങി. നമ്മളിതിൽ കാണിക്കുന്നത് ലോൺ കയറുന്ന ഒരു 2 lakhിന്റെ മേലുള്ള വണ്ടികൾ മാത്രമായിട്ട് ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇതിലായിട്ട് വരാം. ഒരുപാട് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള മോഡൽ കൂടിയ വെഹിക്കിളും ഉണ്ട്. ലോണ് എല്ലാ കാറ്റഗറിയും ഉണ്ട്. എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആൾട്രോസ് തുടങ്ങാം അല്ലേ. ഓൾട്രോസ് 2023 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ ഇത് 23 മാർച്ചിൽ ഇറങ്ങിയ വണ്ടിയാണ്. അപ്പം ഒരു വർഷം 4 മാസം. XT വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മളെ റേറ്റ് എന്ന് പറഞ്ഞാൽ 7,65,000. അത് ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ലോണിന്റെ കേസ് എങ്ങനെയാ? ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 90% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 6.5-7 ലക്ഷത്തിന്റെ അടുത്ത് വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോണും കിട്ടും. ID വാല്യൂ നമ്മൾ ചോദിക്കുന്ന റേറ്റിനെക്കാളും കൂടുതലുണ്ട്. കമ്പനി അണ്ടർ വാറണ്ടി തന്നെയായിരിക്കും. വാറണ്ടിയിലാണ്, മാനുഫാക്ചർ വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ ആണ്. വാറണ്ടി ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ലോണും കയറും. എന്തായാലും റൈറ്റ് കമ്പാരിസൺ നടത്തുക. മാനുവൽ തന്നെ ഈ വിലക്ക് വിൽക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ വരുന്ന പെട്രോൾ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. നെക്സ്റ്റ് വണ്ടി. ഓക്കെ, അങ്ങനെ അടുത്ത അൾട്രോസ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് സെയിം 2020 തന്നെയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇൻഷുറൻസ് പുതിയതാണ്. 4,50,000 കൊടുക്കാം. വേരിയന്റ് ഏതായിരുന്നു? XC എന്നുള്ള സ്റ്റാർട്ടിംഗ് മോഡൽ. ബേസ് വേരിയന്റ് ആണ്. 2020 മോഡൽ. കറക്റ്റ് ജെന്യുവൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പും. അതിലേക്ക് വരുമ്പോൾ മാനുവൽ അല്ലേ? മാനുവൽ ആണ്. നേരത്തെ നമ്മൾ കാണിച്ച ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ മാനുവൽ ആയി. പക്ഷേ രണ്ടും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് കിടക്കുന്നത്. വെൽ കണ്ടീഷൻ ആണ് വണ്ടി. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. എടുക്കുന്ന ആൾക്ക് എന്തായാലും ഒരു 4,25,000 ലോൺ അവൈലബിൾ ആണ്. ഒരു 50 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ റേറ്റ് 4,50 ആണ്. നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ വന്നിട്ട്. ഓക്കെ, അപ്പോൾ 2 ആൾട്രോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. നെക്സ്റ്റ് വണ്ടി. അടുത്ത നമ്മൾ i20ന്റെ കളക്ഷൻസിലേക്കാണ് വന്നിരിക്കുന്നത്. 4 i20 ആണ് നിരത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് പെട്രോളും ഡീസലും എല്ലാം ഉണ്ട് അല്ലേ. ലാസ്റ്റ് വൺ ഡീസലാണ്. ബാക്കി 3 പെട്രോൾ ആണ് വന്നിരിക്കുന്നത്. പെട്രോളിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റത്തെ 2015 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ i20 പെട്രോൾ. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ, 4.5 ലക്ഷത്തിന് കൊടുക്കും നമുക്ക്. കിലോമീറ്റർ 15 ഫുൾ ഓപ്ഷൻ വണ്ടി. 1ന്റെ അടുത്ത് 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടി ടോട്ടലി വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഫിറ്റ് ആണ്. പെട്രോളിന് മാനുവൽ പെട്രോൾ ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഓക്കെ, 15 മോഡൽ. നെക്സ്റ്റ് റെഡ് വരുന്നത് 2018 ആണ്. എക്സിക്യൂട്ടീവ് മാഗ്ന എക്സിക്യൂട്ടീവ് എന്നുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 72 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടി. എത്ര റേറ്റ് വരുന്നത്? 5.5 ലക്ഷത്തിന് കൊടുക്കുക. 2018 എക്സിക്യൂട്ടീവ് 5.5 ലക്ഷം. ഇതൊക്കെ ലോൺ ഇതിന്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ കയറും. 5 വരെ ലോൺ കയറും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ കൂടിയ വണ്ടി. 2020. ഓക്കെ, ഫസ്റ്റത്തെ 2015, 2018, 2020. ചെറിയൊരു ആക്സിഡന്റ് വർക്ക് വന്നതാണ്. ആ ഒരു ബെനിഫിറ്റിൽ തന്നെ നമുക്ക് അണ്ടർ കമ്പനി ക്ലെയിം എടുത്തതാണ്. ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ബെനിഫിറ്റ് കിലോമീറ്റർ 38 ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ 38. 2020 സ്പോർട്സ് എന്നുള്ള വേരിയന്റ്. സ്പോർട്സ് വരുന്നുണ്ട്. പെട്രോൾ സ്പോർട്സ് വേരിയന്റ്.
ഓക്കെ. നമുക്ക് 5,25,000 കൊടുക്കാം. 5,25,000 കൊടുക്കാം. ഓക്കെ. ഇതില് അപ്പൊ ക്ലെയിം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലോണിന്റെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എടുത്തുള്ളൂ. ഹിസ്റ്ററിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മേജർ അല്ല, ഓക്കെ, വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കമ്പനി ഹിസ്റ്ററിയിൽ അപ്ഡേറ്റഡ് ആണ്. പുതിയ ഇൻഷുറൻസിൽ നമുക്ക് കൊടുക്കാം. 5,4 കൊടുക്കാം. പിന്നെ ഒരു ഡീസൽ അല്ലേ, ആക്റ്റീവ് ഡീസൽ വരുന്നത്. ഇതും ഓണർഷിപ്പ് സിംഗിൾ ആട്ടോ. സിംഗിൾ ഓണർഷിപ്പിലാണ് അടുത്ത് ഓടിയ വണ്ടിയാണ്. 4,70,000 2016 ഡീസൽ. ഇതേതാ വേരിയന്റ് വരുന്നത്? i20 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആകെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് 4,70,000 കൊടുക്കാം. 4,25 വരെ ലോണും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം 4 i20 ഉണ്ട്. ഇനി മോഡൽ കുറഞ്ഞൊരു i20 നമുക്ക് പുറകിലുണ്ട്. 2014 വണ്ടി. 14 ഉണ്ട്. ഓക്കെ. നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് എല്ലാം തന്നെ. ഇപ്പൊ പെട്രോൾ ആയാലും ഡീസൽ ആയാലും എല്ലാം മാനുവൽ അല്ലേ വരുന്നത്? എല്ലാം മാനുവൽ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിലുള്ളൂ. സിംഗിൾ സെക്കൻഡേ വരുന്നുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് കാണിച്ച സെക്കൻഡ് ആണ് വരുന്നത്. ഇത് സിംഗിൾ ആണ്. ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. പെട്രോളും ഡീസലും ഒക്കെ ഉണ്ട്. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അടുത്തോട്ട് നോക്കാം. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്രാൻഡ് ഐറ്റൺ ആണ്. ഗ്രാൻഡ് ഐറ്റന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 5 വണ്ടി ഒറ്റ റോൾ തന്നെ 6 വണ്ടി ഉണ്ട്. ഈ റോൾ തന്നെ ഉണ്ട്. 5 കാണിക്കുന്നുണ്ട് നമ്മള്. ഫസ്റ്റ് വരുന്നത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സ്പോർട്സ് 1.2 പെട്രോളില് 1.2. അപ്പം സ്പോർട്സ് ആണ്. 1.2 ആകുമ്പോൾ നമുക്ക് സ്വിഫ്റ്റിന്റെ സെയിം പവറായി. കംപ്ലൈൻസും കുറവാണ് പെട്രോൾ വരുമ്പോൾ. ഇത് നമുക്ക് 3,60,000 ഈ വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് വണ്ടി. 1.2 സ്പോർട്സ് വേരിയന്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 2014 ആണ്. ഇത് ആസ്റ്റ ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എല്ലാം സിംഗിളാണ് വരുന്നത്. ആസ്റ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയി. ഫുൾ ഓപ്ഷൻ 1.2 പെട്രോൾ 1.2 ആണ്. ഇത് നമ്മളെ റേറ്റ് വരുന്നത് 2,80,000 കൊടുക്കാം. 2,80,000 2014 പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2015 ആണ്. ഇതും സ്പോർട്സ് വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇത് വരുന്നത് വണ്ടി. 3,25,000 കൊടുക്കാം. കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. K11 BB വരുന്ന 2015 സ്പോർട്സ് വേരിയന്റിൽ 1.2 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതൊക്കെ ഇപ്പൊ കാണിച്ചൊക്കെ മാനുവൽ തന്നെയല്ലേ? എല്ലാം മാനുവൽ. രണ്ടായിട്ട് എല്ലാം മാനുവൽ വരും. അടുത്തത് 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. പെട്രോള് 1.2 എഞ്ചിൻ വരുന്ന വണ്ടി. 3,25,000 ഇതും കൊടുക്കാം. ഇതും വരുന്ന വേരിയന്റ് സ്പോർട്സ് വേരിയന്റ്. ഇതിനൊക്കെ മാക്സിമം ഫുൾ ലോൺ കയറാം. നല്ല ഫയലാണെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ തന്നെ റേറ്റ് നോക്കിയാൽ മതി. മാർക്കറ്റ് വാല്യൂ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. എല്ലാം ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. അതിൽ രണ്ടാമത്തേത് ആസ്റ്റ് ആണ് വരുന്നത് അല്ലേ? ഫുൾ ഓപ്ഷൻ. ബാക്കിയൊക്കെ സ്പോർട്സ് ആണ്. പെട്രോളിലാണ്. മാനുവൽ ആണ്. 3,25,000 വരുന്നത്. അടുത്ത ലാസ്റ്റ് 2019 മോഡൽ കൂടിയ ഒരു വണ്ടി തരാം. ഇതും സ്പോർട്സിൽ തന്നെ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ആകെ കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2019 മോഡൽ. നമ്മളിപ്പോ കാണിച്ചതിൽ ഏറ്റവും ടോപ്പ് മോഡൽ ഇതാണ്. 19 മോഡലാണ് വരുന്നത്. ഓക്കെ. 4,40,000 കൊടുക്കാം. 4,40,000 4 ലക്ഷം വരെ ലോണും ചെയ്തു. അപ്പൊ 40 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഈ കാണിച്ച വണ്ടിക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഇതിൽ മേജർ ഏതിലും ഒന്നില് ഡോർ ഉണ്ട്. ഗ്രേലാന്ന് തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം നീറ്റാണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഇത് ഹുണ്ടായിൽ തന്നെ ഏത് ഹുണ്ടായിലും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളെ സ്റ്റാഫ് കൂടെ വരും. നിങ്ങൾക്ക് അത് കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. എഞ്ചിൻ കണ്ടീഷനും ഇതിന്റെ അവര് സ്കാൻ ചെയ്ത് തരും. റാമ്പിൽ വെച്ചരും. ലിഫ്റ്റ് ചെയ്താൽ എല്ലാ ടെക്നോളജി ഉണ്ടല്ലോ. ഒരു 500 ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് മാത്രം വണ്ടി എടുക്കാം. ഓക്കെ. അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചതൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ലാസ്റ്റത്തെ വെച്ച് ബാക്കിയൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ലാസ്റ്റത്തെ തന്നെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് മോഡലാണ്. 19 മോഡൽ കിട്ടുന്നതാണ്. പിന്നെ അത്യാവശ്യം കിലോമീറ്റർ കുറവാണ്. അതെ. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യുക. ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ തന്നെയാണ്. ലോൺ അവൈലബിൾ ആണ്. 85-90% ലോൺ തരാം. എല്ലാത്തിനും ലോൺ 100%. ഈ 2015 K11 BB എന്നുള്ള വണ്ടിക്കും ഇതിനും 100% തന്നെ നല്ല ഫയലാണ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ കോമ്പിനേഷൻസ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആൾട്രോസിൽ തുടങ്ങി, പിന്നെ i20ന്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ച്, ഇപ്പതാ i10ന്റെ ഗ്രാൻഡ് ഐറ്റന്റെ ഒരു 5 കളക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് ഇപ്പൊ ഒരു ZD ഫുൾ ഓപ്ഷൻ വണ്ടി. കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന മോഡൽ. അപ്പം സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കണ്ടീഷൻ ആണ്. വേറെ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ZD ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ആണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമ്മൾ 6,99,000 കൊടുക്കാം. അത്ര തന്നെ ലോണും കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്.
6.5 എന്തായാലും ലോൺ ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഡീസൽ ആണ്, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയുമാണ്, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. അപ്പോൾ 6,99,000 താല്പര്യമുള്ള ആൾക്കാർ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലും ലോൺ ഏകദേശം എത്ര കയറും? 6.5 വരെ നമ്മളൊരു ഫയൽ കൊടുത്തു നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നല്ല ഫയലൊക്കെ ആണെങ്കിൽ 6 മേലോട്ടും കയറാം. ഓക്കെ. അപ്പോൾ നല്ലൊരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വെറ്ററ ബ്രസ ഇവിടെ അവൈലബിൾ ആണ്. അതും നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഡ്യുവൽ ടോണിൽ. ഇന്ത്യയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഓട്ടോമാറ്റിക്. ഓക്കെ. വെർണയിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്. 2013 SX ഓപ്ഷനിൽ വരുന്ന ഫുൾ ഓപ്ഷൻ AMT ആണ്. AMT ആണ് വരുന്നത്. ഓക്കെ. അതിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 61,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഉണ്ട്. അപ്പോൾ ഒരു 4,20,000 ഒരു സെഡാൻ ഓട്ടോമാറ്റിക് AMT വണ്ടി തരാം. 4,20,000 വെർണ തരാം. ഓട്ടോമാറ്റിക് വെർഷനിൽ വരുന്ന ഇപ്പൊ കാണിച്ചിരിക്കുന്നത് സെഡാനിലാണ്. അതും ഈ ഒരു റേറ്റിന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിലോമീറ്ററും കുറവാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പക്ക കണ്ടീഷൻ. 4,20,000 2013 SX ഓപ്ഷനിൽ തരാം. മതി. AMT തരാം. അപ്പോൾ നമ്മൾ കുറെ കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു മോഡൽ തന്നെ ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു i10 അല്ലെങ്കിൽ i20 ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ പെട്രോളും ഡീസലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ വരുന്ന കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആവറേജ് വണ്ടികളോ പരിക്കുള്ള വണ്ടികളോ ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു 2 lakh ബിലോ ഉള്ളത് നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ്. ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതെ, എന്തായാലും പൈസ കൊടുക്കുന്നതിന് ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അത്യാവശ്യം എന്തായാലും വരുന്ന നോക്കുന്ന ആൾക്കാർ പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് ഇതിന്റെ റൈറ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ റൈറ്റ് മാർജിൻ എത്രത്തോളം ഇതിൽ ഇട്ടത്. ബാക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു കാറ്റലോഗിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാറ്റലോഗിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ ചെയ്താലോ? സോ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. മറ്റൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.